രണ്ടാമത് പറയുന്നു, നീ എന്ത് ചെയ്താലും വിശുദ്ധ വചനം അതിനനുസരിച്ച് നീ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ദൈവത്തെ നീ ഓർക്കണം എപ്പോഴും, ദൈവവചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. മൂന്നാമത് പറയുന്നു, നീ ഏത് സ്ഥലത്ത് താമസിച്ചാലും വളരെ വേഗം അവിടെ ഉപേക്ഷിക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. നോക്കിക്കേ, അബ്ബ അന്തോണിയോസ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിസ്സാരമാണ്. എപ്പോഴും നിന്റെ കൺമുൻപിൽ ദൈവം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അത് പറയാൻ എളുപ്പമായിരിക്കാം, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പരിശ്രമിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്, വചനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമത്, ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ അതിനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ആർത്തിയുടേതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരരുത്.